ഹായ് സുഹൃത്തുക്കൾ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നമുക്ക് ഇന്ന് അറിയാം. അല്പസമയത്തിനകം തന്നെ എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായേക്കാം. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ വിവേചന അധികാരം കൂടിയാണ്. അതിലേക്ക് കടന്ന് കയറുന്നില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട എന്നേ ഉള്ളൂ എൻ്റെ വ്യക്തിപരമായ തീരുമാനം. കോൺഗ്രസ് 102 സീറ്റിൽ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അംഗങ്ങൾ നിയമസഭയിലേക്ക് കടന്നു പോകുന്നത്. ഇടതുപക്ഷത്തിന് പറ്റിയ പരാജയം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശം നടക്കുന്നവരെ വിമർശിക്കാത്തതാണ് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഏറ്റ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം. നമ്മൾ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നയം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടുണ്ടായത് വർഗീയതയ്ക്കെതിരെയാണ്, പിന്നെ തീവ്രവാദത്തിനെതിരെയാണ്, വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെയാണ്, മതേതരത്തിന് മുൻതൂക്കം നൽകുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ CPMനെ കണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ 2024 ഇങ്ങോട്ട് പിന്നെ CPM ആ ഒരു നിലപാടുന്നൊരു മാറ്റം വന്നു പോയിട്ടുണ്ട്. ആരൊക്കെ വർഗീയ പരാമർശം നടത്തിയെങ്കിൽ അതിനെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് പോലും ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷെ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിലുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നിൽ ജനങ്ങൾ അണിനിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഹിന്ദു മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവിധ ജനങ്ങളും VD സതീശൻ്റെ പിന്നിൽ അണിനിന്നിട്ടുണ്ടെങ്കിൽ അത് VD സതീശനെടുത്ത നിലപാടിനുള്ള അംഗീകാരമാണ് ജനം നൽകിയത്. അത് തിരിച്ചറിയണം എല്ലാവരും. എല്ലാ നേതാക്കന്മാരുടെ മുമ്പിലും പത്രക്കാർ മൈക്ക് പിടിച്ചിട്ട് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശത്തിനെതിരെ ചോദിച്ചിട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് എല്ലാ പത്രക്കാരും പോയിട്ടുണ്ട്. നമ്മൾ എല്ലാ നേതാക്കന്മാരുടെ പ്രതികരണം കാണാൻ, എന്ത് പറയുന്നു നോക്കാൻ നമ്മൾ ആകാംക്ഷയോടെ നിന്നിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു പോക്കുണ്ട്. അങ്ങനല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെടുത്ത നിലപാട്, ഇതേ നിലപാട് മുമ്പ് CPM എടുത്തിട്ടുണ്ട്. CPMന് അന്ന് നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. കാരണം കേരളം മതേതര നാടാണ്. ഹിന്ദുവായെങ്കിലും മുസ്ലിങ്ങളായെങ്കിലും ക്രിസ്ത്യാനികളായും എല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം അതും കൂടിയാണ്. ഈ സൗന്ദര്യത്തെ നശിപ്പിക്കാൻ ആരൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക, തടയുക, ഇതൊക്കെ നേതാക്കന്മാർ ചെയ്യേണ്ട പണിയാണ്. പക്ഷേ അങ്ങനെ പ്രതിരോധമൊന്നും കാണാതിരിക്കുമ്പോൾ ആ നേതാക്കന്മാരെ പിന്നിൽ അണികൾ നിൽക്കാൻ ചാൻസ് ഇല്ല. ഈ സമാധാനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ നിൽക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ അതിനെതിരെ നല്ല നിലപാട്, ശക്തമായ പരാമർശം നടത്തി പിടിച്ചു നിന്ന നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അയാൾക്ക് ജനപിന്തുണ ഉണ്ട് എന്നത് സത്യമായത് അതാണ്. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം എല്ലാവരും. നമ്മുടെ കേരളം എപ്പം വർഗീയതയ്ക്ക് എതിരാണ്, തീവ്രവാദത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. അതൊന്നും നമ്മളെ കേരളത്തെ കിട്ടാല. ഇത് മതേതര കേരളമാണ്. പിന്നെ ഒരു വിഭാഗം, ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ക്രിസ്ത്യാനികൾ മാത്രം വിചാരിച്ചെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ചേരുമ്പോൾ ഹിന്ദു മതവും മുസ്ലിം മതവും ക്രിസ്ത്യാനികൾ എല്ലാം ഏകീകരിക്കും. ഈ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഇതിനെല്ലാം ഏകീകരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരു സർക്കാർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്തിട്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന സർക്കാരാണ്. ആ സർക്കാരിനെ ഇത് അധികാരത്തിലെത്തുമ്പോൾ അതിന് നയിച്ചൊരു നേതാവ് ഉണ്ടാവുമല്ലോ. ആ നേതാവല്ലേ ഇപ്പോൾ നമുക്ക് ഈ 2021-26 കാലയളവിലുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് അങ്ങനെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനെതിരായി സംസാരിച്ചിട്ടല്ലേ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നത്. ജനം പിന്തുണച്ചു അദ്ദേഹത്തെ. പക്ഷെ 2024 ശേഷം 26 വരെ വർഗീയ പരാമർശമൊക്കെ നടത്തുന്നവരെ
എതിർക്കുന്നത് പോയിട്ട് അതിനെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം പോലും കാണാതെ കമ്പല്ല ജനങ്ങൾ എതിരായിട്ട് അതിനെതിരെ വിമർശിക്കുന്ന വി.ഡി. സതീശന് അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇതിപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്തിട്ട് ഇത്ര മൃഗീയ ഭൂരിപക്ഷത്തിൽ കിട്ടുമോ? ലീഗുകാർ മാത്രം ചെയ്തിട്ട് ഇത്ര വല്ല മൃഗീയ ഭൂരിപക്ഷത്തിൽ കിട്ടുമോ? ക്രിസ്ത്യാനികൾ മാത്രം വോട്ട് ചെയ്തിട്ട് ഇത്ര വല്ല ഭൂരിപക്ഷം കിട്ടുമോ? അതൊന്നല്ലല്ലോ. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദു മതക്കാർ, നാടിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്ന ഹിന്ദു മതക്കാർ, അവരെ ഏറ്റവും വലിയ പിന്തുണയാണ്. മതേതര നിലനിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം, വർഗീയതയ്ക്കെതിരെ വർഗീയത ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം വരുന്ന ജനം തിരിച്ചറിഞ്ഞിട്ട് വോട്ട് ചെയ്തതാണ്. അതാണ് ഈ കോൺഗ്രസ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുണ്ടായ കാരണം. എല്ലാവരും തീരുമാനിച്ചു. അതായത് കേരളത്തിൻ്റെ മനസ്സ്, ഇപ്പോൾ നേതാക്കന്മാർ ഒരു കാര്യം തീരുമാനിച്ചു, കേരളത്തിൻ്റെ മനസ്സ് മതേതരത്തിന് അനുകൂലമായിട്ടുള്ള മനസ്സാണ്, ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ള മനസ്സാണ്, തീവ്രവാദത്തിന് എതിരായിട്ടുള്ള മനസ്സാണ്, ഭീകരവാദത്തിന് എതിരായിട്ടുള്ള മനസ്സാണ്. നമ്മുടെ നാട് അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന മണ്ണല്ല. അതാണല്ലോ ഇപ്പോൾ പിന്നെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നത്. അത് നിങ്ങൾ തിരിച്ചറിയാം. ഇനി നേതാക്കന്മാർ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത്, എന്ത് കണ്ടെങ്കിലും ഭീകരവാദമോ തീവ്രവാദമോ പിന്നെന്താ അതിനെ പറയുന്നത്, ആലോചിച്ചിട്ട് പറയാം, പിന്നെ ഒരു മതത്തിനെ, ഏത് മതത്തിനെ, ഹിന്ദു മതത്തിനായാലും മുസ്ലിം മതത്തിനായാലും ക്രിസ്ത്യൻ മതത്തിനെ ആ രീതിയിൽ കാട്ടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. നമ്മുടെ നാട് പിന്നെ മതേതരത്തുള്ള നാടാണ്. എല്ലാ മതക്കാരും തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന മണ്ണാണ്. നമ്മളെ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ജയിച്ച കണ്ടില്ലേ? CPM 20,000 25,000 ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ. അവിടെ സന്ദീപ് വാര്യർ ജയിച്ചില്ലേ? സന്ദീപ് വാര്യരുടെ മതേതര കാഴ്ചപ്പാടിന് ജനം നൽകിയ അംഗീകാരമാണത്. ഒരു പക്ഷേ CPM വോട്ടും കിട്ടിയിട്ടുണ്ടാവും. അയാൾ ജയിക്കേണ്ട മനുഷ്യനാണെന്ന് വിചാരിച്ച് CPM അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇല്ലെങ്കിൽ CPM കുത്തക മണ്ഡലമായ തൃക്കരിപ്പൂർ ജയിക്കേണ്ട ചാൻസ് ഇല്ല UDF. CPM വോട്ട് ചെയ്തിട്ടുണ്ടാവും. മതേതര കാഴ്ചപ്പാടിൽ CPM ചിലപ്പോൾ സന്ദീപ് വാര്യർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നേതാക്കന്മാർ ആരെങ്കിലും വർഗീയ പരാമർശം നടക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം പത്രക്കാർ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രതികരിക്കാനെങ്കിലും പഠിക്കും. അത് ശരിയല്ല എന്ന് പറയും. അത് നമ്മൾ ഈ നാട്ടിന്, കേരളത്തിന് അപമാനമാണ്, കേരളത്തിൽ ഇത് ജനം ആഗ്രഹിക്കുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞ നേതാക്കന്മാർ പിന്നിൽ കേരള സമൂഹം ഉണ്ടാവും. കേരള സമൂഹം, ഏത് മതമൊന്നും പറയും, കേരള സമൂഹം, മതേതര കാഴ്ചപ്പാടിൽ കേരള സമൂഹം നിങ്ങളെ പിന്നിലുണ്ടാവും എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം എവിടെയെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ എന്ത് കാരണമെന്നൊന്നും കൂടി നിങ്ങളൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. ഏതായാലും ഇന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവും, പുതിയ സർക്കാർ അധികാരത്തിൽ വരും. എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നാട് എന്നും നല്ല മതസൗഹാർദ്ദമുള്ള നാടായി നിലനിൽക്കട്ടെ. അതിനു വേണ്ടി ഓരോ മതക്കാരും അവരവരെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ നാട് ഒരിക്കലും ഒരു പ്രയാസത്തിലോ പ്രതിസന്ധിയിലോ കടന്നു പോകുന്ന നാട് ആകാതെ നിൽക്കട്ടെ എന്നും ഞാൻ എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു.